ഹരേ കൃഷ്ണ. ഇപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ പോയത് ഗോമതി ഘട്ടിലാണ്. അപ്പം അവിടെ ക്യാമൽ സവാരിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗോമതിയിലെ വെള്ളമാണ് ഇപ്പം രാവിലെ ആയതുകൊണ്ട് രാവിലെ ഞങ്ങൾ 12 മണിക്ക് പോയപ്പോഴത്തേക്ക് വെള്ളം മേട് വരെ നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളം ഉണ്ടല്ലോ ഒരു 1 മണി 2 മണി ആകുമ്പോഴത്തേക്കും കുറഞ്ഞ് അത് ഒരു വൈകിട്ട് 6 മണി ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ വെള്ളം എല്ലാം ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം ഗോമതി ഘട്ടിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കുറേ ബോട്ടിൽ ഞങ്ങൾ അക്കരെ എന്ന് പറയുമ്പോഴത്തേക്കും ഗോമതി ഘട്ടിൻ്റെ അപ്പുറത്തെ വശത്ത് പഞ്ചനന്ദ തീർത്ഥ ഉണ്ട്. അപ്പോൾ അതൊരു പഞ്ചപാണ്ഡവരുടെ പേരിൽ 5 കുളങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തുള്ള വെള്ളം എല്ലാം ഈ കോസ്റ്റൽ തീരത്തുള്ള എല്ലാം ഇവിടുത്തെ എല്ലാ വെള്ളവും ഉപ്പ് രസമുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് ഹോട്ടലും ഫുള്ള് ഉപ്പായിരുന്നു, ഉപ്പ് രസമുള്ള എല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ ദിവസം പോയത് അവിടെ നമുക്ക് കുളിക്കാനൊക്കെ നല്ല വെള്ളം കിട്ടി. അപ്പോൾ അതൊക്കെ അവർ ടാങ്കർ വഴി തരുന്നതാണ്. അപ്പോൾ ഇത് ഗോമതി നദിയിൽ ഞങ്ങളപ്പോൾ ബോട്ടിൽ അപ്പം ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ വള്ളത്തിലൊക്കെ ബോട്ടിലൊക്കെ അക്കരയിലോട്ട് ഇറങ്ങിയപ്പം അപ്പം നമ്മൾ തീരത്ത് എത്തി. അത് കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വേണ്ട മണ്ണാണ്. അപ്പോൾ അവിടെ നിന്ന് പോകാനായിട്ട് നമുക്ക് ഒരു കാലുകൊണ്ട് നടന്നൊന്നും പോകാനൊക്കത്തില്ല. അപ്പോൾ അവിടെ ഈ മോട്ടോർ സൈക്കിളിൽ അവർ സവാരി ഇരുത്തും. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ 2 പേർക്ക് വെച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 മോട്ടോർ സൈക്കിൾ എടുത്ത് ഒന്നിൽ ഞാനും നന്ദും പിന്നെ ഒന്നിൽ ചേച്ചി. അതാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രുക്മിണി ദേവി മന്ദിറാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ അവിടെയും കയറി. അവിടെ ഒരു ആചാര്യനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു. നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതാണ് രുക്മിണി ദേവി ടെമ്പിൾ. ഇത് അവിടുത്തെ ഗുരുവാണ്. ഇത് ദുർവാസ മഹർഷിയുടെ ഒരു പ്രതിമ അവിടെയുണ്ട്. അപ്പോൾ അടുത്ത ഈ കുളം ഫസ്റ്റ് കുളമാണിത്. ഇവിടുത്തെ 5 പാണ്ഡവരുടെ പേരിലാണ് ഈ 5 കുളം. ഒത്തിരി താഴ്ചയുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾക്ക് വന്നത് തീർത്ഥം തന്നു. ആ വെള്ളത്തിൻ്റെ ഒരു മഹിമ അതിന് എന്നാ മധുരമാണെന്നറിയാമോ. അവിടെയുള്ള അവിടെയുള്ള എല്ലാ ലേക്കിലും എല്ലാം ഗോമതി ഘട്ടിലെ ഫുള്ള് വെള്ളം എല്ലാം ഉപ്പുരസമുള്ള ഇതിന് മാത്രം ഉപ്പുരസമില്ല കേട്ടോ. എന്നാ മധുരമുള്ള വെള്ളമാണെന്നറിയാം. 5 പാണ്ഡവരുടെ പേരിലുള്ള ഓരോ കുളങ്ങളാണിത്, കിണർ. ഓക്കെ. അപ്പോൾ അവിടുന്ന് 5 സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു. അപ്പോൾ
ശേഷം ഞങ്ങൾ തിരിച്ചെത്തി ദ്വാരകാധീശിൻ്റെ അമ്പലമാണ് കാണുന്നത്. അവിടെ ദ്വാരകാധീശ് അമ്പലത്തിൻ്റെ ആ കൊടിയുണ്ടല്ലോ, ഇത് ദിവസത്തിൽ 5 പ്രാവശ്യം ആർത്തി ഉള്ളപ്പോൾ 5 പ്രാവശ്യം അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതാണ് ദ്വാരകാധീശ് അമ്പലത്തിൻ്റെ മന്ദിരത്തിൻ്റെ പ്രത്യേകത. നമുക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പം. അപ്പം ഞങ്ങൾ ഇക്കരെ ഇറങ്ങി. ഇക്കരെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ചെറിയ ക്യാമൽ റൈഡിങ് ഒക്കെ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ഇത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ.